ടി നായർ, 9ാം വാർഡിൻ്റെ മെമ്പറാണ്. എൻ്റെ വാർഡിലുള്ള ഈ മൺസൂൺ കാലത്ത് ഏറ്റവും മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ കാണുന്നത്. ഇത് അരുവിക്കാട്ട് തല്ലൂർ ആശുപത്രിപ്പടിക്ക് സമീപം അരുവിക്കാട്ട് വെള്ളച്ചാട്ടം എന്ന് അറിയപ്പെടുന്നു. ഇത് തല്ലൂർക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ പരിസരത്തു നിന്നും കാളികുളം ഭാഗം വഴി ചിറയുടെ ഭാഗം വഴി വരുന്ന റോഡാണ്. ഈ ഒരു സമയത്ത് ഏറ്റവും ആളുകൾക്ക് വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായൊരു ദൃശ്യമാണ് ഇവിടെ ഉള്ളത്. ഇത് എഴുമറ്റൂർ പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെട്ട ഈ പ്രദേശത്ത് നല്ല നല്ല ടൂറിസ്റ്റ് ഒരു വിഭാവനം ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്രദേശമാണ് ഇത് എന്ന് അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് എല്ലാവരും വരിക, കണ്ട് ആസ്വദിക്കുക. നമസ്കാരം. ഞാൻ അനിൽകുമാർ, എഴുമറ്റൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തെപ്പറ്റി രണ്ടു വാക്ക് പറയാനായിട്ടാണ്. തെല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ തെല്ലൂർ ചിറയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വെള്ളച്ചാട്ടമാണ് നമ്മുടെ തൊട്ടുപുറയിൽ കാണുന്നത്. അത് ഇതുവഴി ഈ കൈത്തോട് വഴി നേരെ കോമളം ആറ്റിൽ ചെന്ന് ഇത് വർഷങ്ങളായിട്ട് ഉള്ള വെള്ളച്ചാട്ടമാണ്. ടൂറിസ്റ്റ് കേന്ദ്രമാണ്. വലിയ അപകടമില്ലാതെ വന്ന് കാണാൻ പറ്റുന്ന വെള്ളച്ചാട്ടമാണ്. അരുവിക്കുഴി പോലെ തന്നെ അപകടമില്ലാതെ നമുക്ക് ആൾക്കാർക്ക് വന്ന് കണ്ടിട്ട് പോകാൻ പറ്റും. മെയിൻ റോഡിൻ്റെ ഇറമ്പിലാണ്, തടിയൂർ വെണ്ണിക്കുളം റൂട്ടിലാണ്. ഇവിടെ ആൾത്തറയുണ്ട്, ഇവിടെ പരിപാടികൾ നടക്കുന്നതാണ്. വളരെ പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ്. ഇതിന് വേണ്ട ഒരു ഇതുമില്ലാതെ എല്ലാവർക്കും വന്നിട്ട് നമ്മുടെ തെല്ലൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ തൊട്ട് അടുത്താണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തെല്ലൂർക്കാവ് ക്ഷേത്രം കൃത്യമാണിയുമായി ബന്ധമുള്ളതാണ്. ആ ചിറയിൽ നിന്നാണ്, തെല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചിറയിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം വരുന്നത്. ഏത് വറവ് കാലത്തും ഈ വെള്ളച്ചാട്ടം, ഇതിപ്പം മഴക്കാലമായതുകൊണ്ടാണ് ഇത്രയും ശക്തിയിലുള്ള വെള്ളച്ചാട്ടം. വർഷകാലത്ത് ഇത്രയും ശക്തിയിലും വേനൽക്കാലത്ത് ചെറിയ നീരുറവ് പോലെ ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടവുമുണ്ട്. ഇത് 365 ദിവസവും വെള്ളമുള്ള ഒരു പ്രദേശമാണ്. ഞാൻ ഇവിടുത്തെ പ്രദേശവാസിയാണ്. ഞാൻ ഇതുവഴിയൊക്കെ ഒത്തിരി സഞ്ചരിക്കാവുന്ന വേളകളിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിതയൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാറുണ്ട്. എനിക്ക് തോന്നുന്നു തദ്ദേശീയമായിട്ട് കുറച്ചുകൂടെ സാഹചര്യം മെച്ചപ്പെടുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് വിനോദസഞ്ചാരം അത്രമേൽ സ്നേഹിക്കുന്ന ആൾക്കാർ വന്ന് ഇവിടെ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനും അന്ന് നിരവധി സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനുള്ള വികസനം കൊണ്ടുവരണം, അതേ എനിക്ക് പറയാനുള്ളൂ.